അപ്പോഴേ രാവിലത്തെ ദോശയായിട്ടോ. അപ്പം നമുക്കിനി എനിക്ക് ചമ്മന്തി അരക്കട്ടെ വന്നിട്ട് നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് കയറിപ്പോണ്. കണ്ട 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 രാവിലെ എന്താ ദോശയാണ്. ദോശയ്ക്ക് കട്ടച്ചമ്മന്തി നല്ല രസമല്ലേ, നിറഞ്ഞിട്ടേ. എല്ലാവരും ചോദിക്കുന്നത് പരിപാടിയാണ്, നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാണ്ട് തറവാട്ടിൽ മാത്രമാണോ ചെയ്യാന്ന്? നമ്മളിവിടെ കുക്കിങ്ങൊക്കെ ചെയ്യണ്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടോ? അപ്പോൾ ഉച്ചയ്ക്കുള്ളത് അവിടെ ഉണ്ടാക്കും, രാവിലെ ഉള്ളത് ഇവിടെ ഉണ്ടാക്കും കേട്ടോ. ഇപ്പോൾ കുറേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അടുപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കും. എന്താ ചെയ്യണ്? നല്ല വെള്ളം എടുത്ത് വെച്ചാൽ മതി കേട്ടോ, നിറച്ച് വെക്ക്. വെള്ളം കുടിച്ചിട്ടില്ലേ വയറ് നിറയ്ക്കണം, ചോറ് തിന്നണ്ട. സൈക്കിൾ വാങ്ങിയില്ല? സൈക്കിൾ വാങ്ങിയില്ല? സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ല? കണ്ടോ 4 ഇനി നമുക്കില്ലേ ഒരു 2 ദിവസം തൊയിരെന്ന് പറയുന്നത് തരില്ല കരിമി. അത് കഴിഞ്ഞ് അവളുടെ കുട്ടികളെയും നോക്കില്ല. എന്നാൽ ഞാൻ നിന്നുണ്ടല്ലോ ആർക്കെങ്കിലും കൊടുക്കും, ഉറപ്പാണ്. എപ്പോഴും തന്നെ ഇവൾക്കില്ലേ കുറച്ച് കൂടുതലാണ്. പൊടിയരി കുറച്ച് വാങ്ങണം. ഇങ്ങനെയൊക്കെ പൊടിയരി എന്തൊക്കെ വാങ്ങിയിട്ട് തിന്നാൻ കൊടുത്തിട്ടും അടി തൊട്ടടി ഒന്നും ചെയ്യില്ല. തിന്നാൻ കൊടുക്കണവരെ കൊത്തിക്കഴിഞ്ഞാൽ അവൾക്ക് തിന്നാൻ കിട്ടില്ല എന്ന് അവൾക്കറിയാം. ഡി കരിമി ഡി പെണ്ണേ, എടി ഞാനാടി നിനക്ക് തിന്നാൻ തരുന്നതേ. ആ തള്ള ചവിട്ടി പിള്ളയ്ക്ക് വേദനിക്കില്ല എന്ന് പറയുക. ആ കോഴികളിൽ മാത്രമേ പറ്റുള്ളൂ. സുകന്യം നെഞ്ചത്ത് കൈ വയ്ക്കി നോക്കി ഒന്നും ചെയ്യില്ല സുകന്യെ. ഡേ കരിമി ഓ രോമൊക്കെ വരുന്നു. എത്ര ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? ഞാൻ വേറൊരു കോഴിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ മുട്ട മത്സരിച്ച് മുട്ടയിടും. അപ്പോൾ കുട്ടികളാണെങ്കിലോ മത്സരിച്ചിട്ട് മുട്ടയും നിന്നു കേട്ടോ. അവിടെ കുഞ്ഞൻ ഒരു മുട്ട കണ്ടാൽ മതി, കുഞ്ഞല്ലേ കാണാതെ അവിടെയും ഇവിടെയും ഒരു പച്ചയ്ക്ക് കുടിക്കും. അവന് ഭയങ്കര ഇഷ്ടം നാടൻ മുട്ട പച്ചയ്ക്ക് കുടിക്കുന്നത്. ഞങ്ങളേ അവൻ മുട്ട കുടിക്കുന്നത് കാണുകയില്ല, തോടിങ്ങനെ വലിച്ചെറിയുമ്പോൾ കാണും. എവിടുന്നടാ കുഞ്ഞാ മുട്ട? കോഴിക്കോടിൻ്റെ ഉള്ളിൽ നിന്നാണ്. ലാസ്റ്റ് കോഴിയില്ലേ അതിന് മനസ്സിലായി ഇവിടെ മുട്ട വെച്ചാൽ കിട്ടില്ല എന്നുള്ളത്. അതും കൊണ്ട് കോഴിക്കോടിൻ്റെ അറ്റത്ത് പോയി മുട്ടിട്ടിട്ട് അതിനെ പറഞ്ഞ കോഴി അറ്റത്ത് നമുക്ക് എവിടെ എത്താത്തോടത്ത് പോയി മുട്ട ഇട്ടിട്ട് കുട്ടി വിരിച്ചിട്ട് വന്നതാണ് കേട്ടത്. ആരും അറിഞ്ഞിട്ടില്ലേ മുട്ട. ഞാൻ എന്താ ഇടയ്ക്ക് പോയി നോക്കുമ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് 10ഉം 15ഉം കോഴിക്കുട്ടികളുണ്ടായിരുന്ന വീടാണിത്. എങ്ങനെ ഉണ്ടായിരുന്നതാ പറഞ്ഞിട്ടാ? 15 പോയിട്ട് ഇപ്പോൾ 2 കൂടി ഇല്ലാതെ. ഞാൻ ആകെ 2 ഉള്ളൂ, ചാത്തപ്പന്മാർ 2. ഇനി നമുക്ക് കോഴിക്കോടിന് എന്താ അനിയേട്ടൻ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഉണ്ടാക്കുമ്പോഴേല്ലോ തോനെ കോഴികൾ വാങ്ങണം. 60 വകയും ഗിനിക്കോഴികളും ഒക്കെ വാങ്ങിയിട്ട് വളർത്തണം അല്ലേ. സുഗനിക്ക് പിന്നെ പ്രത്യേകിച്ച് കോഴികളെ ഇഷ്ടമല്ല, കോഴിയിറച്ചി തിന്നാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ആ അത് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് കോഴികൾ നോക്കണം എന്നൊന്നുമില്ല. ഇത് പറയില്ല കേട്ടോ, അത് ചിലവർക്കേ ഇഷ്ടമുണ്ടാവുള്ളൂ. എനിക്കും ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കോഴികളെ. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എപ്പോഴും കോഴികളുണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ അമ്മയൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് കടയിൽ നിന്ന് മുട്ട വാങ്ങി കൊടുക്കണ്ട കോഴി. പിന്നെ നമ്മളിവരെ ഇണങ്ങാൻ തുടങ്ങിയ സമയത്തില്ലേ ഇവർ ശരിക്കും നമ്മുടെ മക്കളുടെ പോലെ. നമുക്ക് അല്ലേ ഈ കരിമിക്കൊക്കെ എത്ര വയസ്സുണ്ട് പറഞ്ഞിട്ടാ? പൊന്നൂസിൻ്റെ പ്രായം ഉണ്ട് അല്ലേ ഇനി അല്ലേ? 3 വയസ്സുണ്ട് അതിന്. ഓർമ്മ ഉണ്ടോ അവർക്ക്? സുകന്യേ ഇന്നെന്താ കൂട്ടാൻ വയ്ക്കുക? എനിക്ക് വേണ്ട കുമ്പളങ്ങ തക്കാളി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്ക് കൂട്ടാൻ വെക്കണ്ട. തൈരും ഉപ്പേരിയും മാത്രം മതി, അച്ചാറും മതിയില്ലേ? കുമ്പളങ്ങയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാവും കുമ്പളങ്ങയും കൊണ്ട് ഉപ്പേരി? അടിപൊളിയല്ലേ?
ഇവിടേക്ക് ഒന്ന് ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. എന്താ വീട് ഇങ്ങോട്ട് പോ. സുകന്യെ കുറേ കൂട്ടുകാരുടെ പ്രശ്നമാണ് എന്താണെന്നറിയോ, നമ്മളവിടെ കുക്കിംഗ് ചെയ്യുന്ന വീട് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ മക്കളുടെ കലാപരിപാടികളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണോ ചെയ്യുക? എന്നാൽ പിന്നെ അവിടെ വലിയൊരു മതിൽ കെട്ടിയിട്ട് കുട്ടികൾക്കൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ വലിയ മതിൽ കെട്ടണം, എന്നിട്ട് പൂട്ടണം. അപ്പോൾ പിന്നെ അവർ ചളിയാവാതിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു വേലിയോ അതിർത്തിയോ ഒന്നും ഇല്ലാണ്ടല്ലേ കിടക്കണത്. പക്ഷെ ചില കൂട്ടുകാർക്ക് അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് രാവിലത്തെ ചെയ്യും, ബാക്കിയുള്ളത് എന്താ വെച്ചാൽ വലിയ ചെമ്പിൽ ചോറ് വയ്ക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ വേണ്ടേ. ഒത്തൊരുമിച്ച് പോകുമ്പോഴല്ലേ കാണാൻ രസമുള്ളൂ. അല്ലെങ്കിൽ പിന്നെന്താ, നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടോ. ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ. കുഴക്കണവരിൻ്റെ സാധനങ്ങൾ കാണിച്ചവർക്ക് ദോശയ്ക്ക് ഇങ്ങനത്തെ ചട്നി രസം ഉണ്ടാവും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. നമ്മുടെ കുഴക്കണവരിൻ്റെ സാധനങ്ങളാണ് അടുക്കള മൊത്തം. ഇന്നലെ ഫിറ്റ് ചെയ്യാമെന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ല കേട്ടോ. അപ്പം ഇന്ന് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കടുക് തളിച്ച് ഇട്ടു മാത്രം. അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ പറയാൻ വന്നതെന്നറിയോ, നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ മഴ പെയ്തു, ഒരു ചാറിപ്പോണ പോലെ ഒരു മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് ഒന്നും കൂടി ചൂട് കൂടി. അതാണ് ഇപ്പം ഉണ്ടായൊരു കാര്യം. ഇതൊക്കെ നമുക്കല്ലേ വെള്ളമാക്കി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. നാളെ വെള്ളം ഉണ്ടായില്ലല്ലോ, അപ്പോൾ എല്ലാ പാത്രത്തിലും വെള്ളം പിടിച്ച് വെച്ചിട്ട് കൂടെയൊക്കെ വെള്ളമാണ്. ഇതൊക്കെ ഇനി ഒന്ന് ഒഴിവാക്കണം. അത് കുഴൽക്കിണർ മോട്ടർ ഇട്ടിട്ടേല്ലോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ഉപ്പിട്ട് ഇഞ്ചി കൂടുതൽ ഇട്ടിട്ടോ, ഇഞ്ചി ചുവയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ. ഇത് കഴിക്കാൻ ഏട്ടൻ വെച്ചു കട്ടൻ. പറങ്കേണ്ടി ഉണ്ടോ കിടക്കുന്നത്? ആരും പെറുക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ദോശയും ചമ്മന്തിയായി, പിന്നെ കോഴിമുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് കൊടുക്കാലോ വിചാരിച്ചിട്ട്. മുട്ടയുടെ വെള്ളം മാത്രം, മഞ്ഞ കഴിക്കില്ല. അപ്പോൾ അതും നമുക്കിവിടെ കട്ടച്ചട്ടിയാണ് പറഞ്ഞാൽ പിന്നെ ചമ്മന്തിയുടെ ആവശ്യമില്ല. പക്ഷെ സുകന്യയ്ക്ക് വേണം കേട്ടോ. അവൾ തന്നെ അരയ്ക്കും. എങ്ങനെയാണെന്നറിയാം, വെറും 4 തക്കാളി കണ്ടിടും, എന്നിട്ട് മിക്സിയിൽ ഒരൊറ്റ അടിയാ. തുണിട്ടോ നീ സുകന്യേ, ചുക്കുവെള്ളം പുകയുണ്ട, പുകച്ചൂര് വരും. അതിലൊരു കൊള്ളിയിട്. ചുക്കുവെള്ളം പുകഞ്ഞ പുകച്ചൂര് വന്നാൽ പിന്നെ കുടിക്കാൻ പറ്റില്ല, നന്നാവില്ല. ട്രൗസർ എടുത്തിട്ട് വന്നോ. ചക്കേ എവിടുന്ന് ചക്ക കിട്ടി? പഴുത്തതാ? ചെറുതേ. ഇന്നലെ ഇട്ട ചക്ക എങ്ങനെ തിന്നാൻ പറ്റുന്ന? മൂക്കാത്ത ചക്ക ഇതൊക്കെ നോക്കിയൊക്കെ. ഇത് ചക്ക വവ്വാല് ഇതായിട്ടേ പൊളിഞ്ഞിട്ടുണ്ടാവും. ചക്കയല്ലേ ഇന്നലെ അത് ചെയ്തം കൊണ്ട് കിട്ടിയിട്ടോ. ഇവിടെ കുഞ്ഞനും കുഞ്ഞുണ്ണി ഇന്നലെ വിരുന്ന് പോയേ. സുകന്യയുടെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വലിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴേക്കും വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. അവരറിഞ്ഞിട്ടില്ല ഇവർ പോണത്. അപ്പോൾ കിച്ചുവിന് കുറച്ച് ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ വർക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ആണെങ്കിൽ എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന സ്ഥലം എവിടെയെന്നറിയോ? അവളുടെ ഒരു ലുലുമാള. അവൾക്ക് എപ്പോൾ പോയോ വെച്ചാൽ, എവിടേക്ക് പോകുക വെച്ചാൽ അവൾ പറയും ഇക്ക് ലുലുമാൾ പോയാൽ മതി. ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള മീൻവല്ലോ, എനിക്കത് ഇഷ്ടം കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മീൻവല്ലത്ത് പോയിട്ടൊന്നും കാര്യമില്ല. അവിടെ ഒരു തുള്ളി വെള്ളം കൂടിയില്ല. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ വന്നിട്ട് എന്താ ഉണങ്ങി കല്ലച്ച്. കാഞ്ഞിരപ്പുഴ പോയാലോ? കാഞ്ഞിരപ്പുഴ അതിനേക്കാളും കഷ്ടമായിരിക്കും.
എന്നാ അനിയേട്ടാ അനിയേട്ടനൊരു കാണാൻ സ്ഥലം. മാത്രമേ വേറെ എവിടെ സ്ഥലത്തൊക്കെ പറ അങ്ങോട്ട് പോകും. ഞാൻ എവിടേക്കും പോകാത്തത് കൊണ്ട് എനിക്ക് സ്ഥലമൊന്നും അറിയില്ല അനിയേട്ടാ. നിങ്ങൾ കൊണ്ടുപോയാലേ ഞാൻ പോവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഓട്ടോ ഓടി പോകാൻ പറ്റും, ദൂരത്തേക്ക് പോകാനും പറ്റും. അപ്പം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. മീൻവല്ലം പോവുക, കാഞ്ഞിരപ്പുഴ പോവുക, മലമ്പുഴ പോവുക. സ്കൂൾ പൂട്ടിയതല്ലേ. മലമ്പുഴയിൽ പണിയെടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്നുണ്ടല്ലോ നിർത്തിയിട്ട് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് മലമ്പുഴയിൽ പണി നടക്കണുണ്ടോ എന്നുള്ളത് അല്ലേ. പിന്നെ ഇപ്പോൾ എവിടെ കുട്ടികളെയും കൊണ്ട് പോവും വേണം. അറിയുന്ന 3 സ്ഥലപ്പത്. ആകെ അറിയുന്ന 3 സ്ഥലപ്പത് അറിയാം. എന്നും പോക്ക് അവിടേക്ക് മാത്രം. ശിരുവാണിക്ക് പോകാം. ശിരുവാണിയിൽ എന്താ കാണുന്നത്? ശിരുവാണിയിൽ മല കാണാം. കാട്ടിനുള്ളിൽ കൂടെ മല കാണാലോ. എന്നിട്ട് പല ആനകളും വരിക, ആനകളുടെ ഫോട്ടോ എടുത്തിട്ട് വരാം. അത് പറ്റിയ സംശയം. ആനൊന്നും ഫോട്ടോ എടുക്കാൻ സമയം കിട്ടുക സംശയമാണ്. ആനകൾ ദ്രോഹിക്കില്ല അറിയോ? ആനകൾ വന്നിങ്ങനെ നമ്മളെ തലോടിയിട്ട് പോകും. സുഖല്ലേ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ, ചോറ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പോവും. ആനയല്ലേ. ഇവിടെ ഇങ്ങനെ ഉറുമ്പ് വരുന്നില്ലേ? സുനെ ഈ വരുന്നോ ശിരുവാണിക്ക്? ഞാൻ എല്ലാം പറയടി. ശിരുവാണിക്ക് എത്ര പോണ്? ആന ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. പൊന്നുശി വരുന്നുടാ, ഉണ്ടടാ. ടാറ്റ പോവാൻ വരുന്നോ? ഞാൻ പോവില്ല അംഗനവാടിക്കൊന്നും, ഞാൻ പോവില്ല കേട്ടോ. നാളെ ഈസ്റ്ററാണ്. ഇന്നൊന്നും അംഗനവാടി ഉണ്ടാവില്ല. ലീവാണേ, നാളെ ഈസ്റ്റർ അല്ലേ. ഇന്നുണ്ടോ? ഇന്ന് പോണ്ടേ? എപ്പോഴും പോണ്. പോണ്ടല്ലേ. എന്താ കുറച്ച് അണ്ടി കൊണ്ടേക്കളെ. പൊന്നോ അവിടെ ചുട്ടിട്ട് കുട്ടികൾക്ക് തിന്നോട്ടെ. പൊന്നു എവിടേക്ക് പോണ്? എന്താണ് ഇവിടെ അംഗനവാടിക്കോ? പറയണേ എങ്ങോട്ടാ പോണ്? വാവേട്ടനോ? വാവേട്ട അമ്മച്ച പോയി, കുഞ്ഞേട്ട അമ്മച്ച പോയി. പൊന്നൂസപ്പള അമ്മച്ച പോണ്. എന്നെ പറഞ്ഞു വിടൂല്ല. ആരാ പറഞ്ഞ്? എന്ത്? പിന്നെ എപ്പോഴും വിഷുവിനൊക്കെ പോകും. വിഷുവിന് ദിവസത്രേ ഉള്ളൂ. നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഇരുന്നോളൂ. പൊന്നോ അമ്മച്ച വീട്ടിൽ തന്നെ ഇരുന്നോളൂ. വിഷുവിന് വരുമ്പോ സതിയേട്ടന് 2 ദിവസം അവിടെ വന്ന് നിക്കാലോടി. നിങ്ങൾക്ക് ടൂറൊക്കെ പോവാലോ, കാറില്ലേ ചേട്ടാ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയതല്ലേ. നിങ്ങൾക്ക് ടൂറ് പോവാ. ഇപ്രാവശ്യം ഇങ്ങോട്ട് പിടിക്കാൻ പറയും, കോഴിക്കോട് ഭാഗത്തേക്ക് ബീച്ചിൽ കൂടെ ഒക്കെ പോയിട്ട് കാണിച്ചു തരാൻ പറ. അത് പറഞ്ഞപ്പോഴാണ് തത്തേങ്കലം ബീച്ചിക്ക് പോയാലോ? പോവാ. തത്തേങ്കലം ബീച്ചിൽ വെള്ളം ഉണ്ടാവോ? അനിയേട്ടാ ഞാൻ അവിടെ പോയില്ല അനിയേട്ടാ. എൻ്റെ എയ്റോപ്ലെയിൻ കേട് വന്നൊക്കെയാണ്. എന്നാ പോവാട്ടാ. ഉറപ്പിട്ടോ? എന്താ പോ നിന്നിട്ടോ? എടുപ്പ് എനിക്കെന്താ? ഞാൻ അരിയണോ? അമ്മുവാണ് കേട്ടോ. അപ്പോൾ സ്കൂള് പൂട്ടിയപ്പോൾ മുതൽ എങ്ങനെ അടുക്കളപ്പണി പഠിക്കും, എങ്ങനെ അടുക്കളപ്പണി പഠിക്കാമെന്ന് എൻ്റെ കുട്ടി പാവം പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മു ഇത് കുറച്ചെടുത്തിട്ടേ ചില്ലി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ അവിടെ മോട്ടറിൻ്റെ പണിക്കാരുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇതാണ് ചേട്ടാ. ചിക്കൻ കുറച്ച് എല്ലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? കുമ്പളങ്ങിയും കോഴിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാൻ വിചാരിച്ചു. ചില്ലി വേണ്ട കുട്ടി? എല്ലും കൊണ്ടൊരു സാമ്പാറും ഇറച്ചി കൊണ്ട് ചില്ലി നന്നാവും. പിന്നെ ഇന്ന് നമ്മുടെ ഒരു ദിവസം മൊത്തം കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നത്. പക്ഷെ ഇന്നൊരു ദിവസം കാണിക്കാൻ പറ്റില്ല തോന്നുന്നു. കാരണം എന്താണെന്നറിയോ? നമ്മുടെ അവിടെ മോട്ടർ വയ്ക്കാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ തിരക്കുകൾ. പിന്നെ ഇന്ന് എൻ്റെ ഏട്ടൻ പോവുകയാണ് കേട്ടോ. പിന്നെന്താ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ എന്താ പറയുക ഏട്ടാ? ഏട്ടന് കച്ചവടമല്ലേ. അപ്പോൾ കുറച്ച് ദിവസം മാറി നിന്നാൽ കച്ചവടം പോകും പറഞ്ഞിട്ടേ. നമുക്കൊക്കെ പണിയെടുത്താലല്ലേ എങ്ങനെ പറയുക ഏട്ടാ? കച്ചവടം ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റൂ. ഇന്ന് നമ്മുടെ ഇവിടെയും
ഒരു ചട്ടി വെക്കണ ഒരാൾ വന്നിരുന്നേ. അപ്പം അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട്, ചേച്ചി നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ട്, വീഡിയോയിൽ അവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നു, ചേച്ചി നിങ്ങൾ എന്നെ വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ കോഴിക്കോട് ഞാൻ കച്ചവടത്തിന് പോയപ്പോൾ അവിടെ ഉള്ളൊരു ചേച്ചി ചോദിച്ചു, പ്രസ് ചേച്ചിയുടെ വീട്ടിലേക്ക് എങ്ങനെ വരിക, എൻ്റെ അടുത്ത് പ്രസ് ചേച്ചി ഇവിടെ വാന്ന്, അയാൾക്ക് എൻ്റെ പേരറിയുന്നത് ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ്. എൻ്റെ അടുത്തൊരു ചട്ടി വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചട്ടി നോക്കുമ്പോൾ ഒക്കെ കുഞ്ഞു ചട്ടികളേയുള്ളൂ. പിന്നെ കൂജ വാങ്ങുക പറഞ്ഞു, വെള്ളം വയ്ക്കുന്നതേ. അപ്പോൾ അത് വേണ്ട, ഞാൻ പറഞ്ഞു എന്നാൽ കൂട്ടാൻ ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞു, ഒന്ന് കുറച്ച് വലുതില്ലേ, വലിയ കൂട്ടാൻ ചട്ടി കൊണ്ടുവരാൻ നാളെ കൊണ്ടുവന്നേരാം. അപ്പം അങ്ങനെ ഇവിടെ അവർക്ക് ദോശ ചട്നി തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം വഴുകി ദോശ ഉണ്ടാക്കുക. ഇഡ്ഡലിയാണോ പറഞ്ഞു വെച്ചാൽ വേഗം പണി കഴിയില്ലേ. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ എന്തൊരു പണി. എന്തൊക്കെ വിശേഷം? എന്നെ തൊയ്രം കൊടുക്കാൻ കേട്ടാ. എന്താ ആന പെറ്റു പറയടി. ആന പെറ്റു പറയടി. അല്ല വിശേഷം പറയുമ്പം എന്താ ചോദിക്കുക, കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് പച്ചമുളക്. നമ്മുടെ കുമ്പളങ്ങയും കോഴിയും വെക്കാനേ എന്താണെന്നറിയോ, ചൂടായിട്ട് ചിക്കൻ വേണ്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. സുകന്യത്തിൻ്റെ തൊട്ട് നോക്കില്ല. അന്ന് ചിക്കൻ വാങ്ങി ക്ഷീണം തന്നെ അവൾക്ക് മാറിയിട്ടില്ല. അല്ല കേട്ടോ, ഏട്ടൻ്റെ ഒക്കെ ഇവിടെ പണിക്കാരുണ്ട്, പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഏത് 3 ഉണ്ടോ, ഓ മതി, ഇഞ്ചി നേരേക്ക്. ഇപ്പം എൻ്റെ അമ്മൂനെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പാവം കഷ്ണം നുറുക്കിക്കുന്നത്. അവൾ പറയണ അറിയാതെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു കയ്യാക്ക ഉണ്ടായി എന്നല്ല അവർ ചിന്തിക്കുന്നത്, അറിയാതെ ഞാനത് പറഞ്ഞു പോയില്ലേന്നാണ് ചിന്തിക്കുന്നത്. കണ്ടോ സുകന്യക്ക് ഹോട്ടൽ മാനേജർ പഠിച്ചാൽ മതിയാണ്. ഇന്ന് ഞാനൊരു പടൽ പെടും. ഈ എന്താ വെള്ളത്തിൽ പെട്ടോ നനഞ്ഞേർന്ന്? വെള്ളത്തിൽ പെട്ടോ നോക്കിയ നനഞ്ഞേർന്ന്? അവള് സുന്ദരിയായി തന്നെട്ടോ. നിങ്ങൾ എന്തിനാ വെറുതെ ഫേഷ്യൽ ചെയ്താ? അവള് ഒരു ഫേഷ്യലിൻ്റെ ഒരു സംഭവം ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊരു വീഡിയോ എടുക്കാം, വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചന്തം വെക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. കണ്ടോ ഞാൻ തീരെ ചന്തല്ല അല്ലേ സുകന്യ. നാളെ നമുക്ക് രാവിലെ അല്ലേ എവിടേക്കെങ്കിലും ഒക്കെ പോകണം കേട്ടോ. ഇത് ഈ അമ്മ ചിരിക്കണോ പുച്ചിക്ക് പുച്ഛം. രാവിലെ ജിമ്മിന് കൊണ്ട് അല്ലാണ്ട് രാവിലെ സുകന്യേ അത് വല്ലാത്ത വരില്ല. നീ വരില്ല എനിക്കറിയാം. നീ വിചാരിച്ചില്ലേ? നീ വിചാരിച്ചങ്ങനെ അത് മതി. നീ വിചാരിച്ചാ നീ വരില്ല. നിനക്ക് ഒരു ദിവസം ഉറക്കൊഴിക്കാൻ പറ്റില്ല. ഇന്നാള് അവൾ ഉച്ചയ്ക്ക് കടന്നുറങ്ങാത്തത് കൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അവൾക്ക് തലവേദന വന്ന് അവൾക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് ദിവസം അവൾ ഉച്ചയ്ക്ക് കിടക്കും. ആ സമയം തെറ്റിയപ്പോൾ അവൾക്ക് തലവേദന വന്നിട്ട് അവളുണ്ട് 6 മണിയാകുമ്പോൾ പോയിട്ട് സൈഡായിക്കണം. എന്നിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ കുമ്പാറിൻ്റെ പോലെ അവരവര് ഞാനും വലിക്കും. എന്തിനാ വെറുതെ പറയണത്? എന്റെ കൂർക്ക വലിയിട്ട് പപ്പു വന്ന് തൊള്ളയിട്ട് പേടിച്ച് തൊള്ളയിട്ടില്ലേ. ഞാനെന്നൊരു അവിടെ എന്താ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനും പേടിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേക്ക് പേടി മാറിയത്. അമ്മു തുടയ്ക്കാൻ നോക്ക്, കൂർക്കം വലിക്കാനും പാടില്ല. എന്നാ കഴിക്കു വേഗം. നമ്മളില്ലേ കുട്ടികള് എങ്ങനെ പറയാ പണികള് മടിയില്ലാണ്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് അമ്മമാര് കാണിച്ചു കൊടുക്കണം. അതാ കാസർഗോഡില്ല, അത് കഴിയോ? അതാ വലിയ പാത്രത്തിലുണ്ട്. ദോശ ചട്നി ചമ്മന്തി. ആ വട്ടപാത്രത്തിൽ എന്താ ഇരിക്കുന്നത്? നമ്മുടെ തേങ്ങയല്ലേ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. എന്തൊരു ചൂടാ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കിണറിന്ന് വെള്ളം കിട്ടി. പിന്നെ അപ്പോൾ വീട്ടിലത്തെ അമ്മ വിളിച്ചപ്പോഴേ അമ്മ പറഞ്ഞേ കുറച്ച് പായസം വെച്ചിട്ട്
കൊണ്ടുവന്ന് താട്ടേന്ന്. അപ്പം ഇനി കുറച്ച് പായസം വയ്ക്കണം കേട്ടോ. ആ വെള്ളം കൊണ്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതല്ലേ ചേട്ടാ, അത് കൊടുക്കണം. കിച്ചു വെള്ളം കിട്ടി എന്നല്ല, വെള്ളം അടിക്കുന്നത് കണ്ടു. വെള്ളം അടിക്കുന്നുണ്ട് കിച്ചുട്ടാ. അതിന് മാമൻ്റെ കടയിൽ പോയിട്ടേ 1/2 ലിറ്റർ ഓയിൽ വാങ്ങിട്ട് പോയോ. എനിക്ക് അസൂയ ഇത് കിട്ടാത്തത് കൊണ്ടേ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ അസൂയ കുത്തിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. വയറ് നിറച്ച് വെള്ളം കുടിച്ചോ. ചോറേ ഉണ്ടെന്ന്. ചോറും കഞ്ഞിയൊന്നും കഴിക്കണ്ട, വെള്ളം കുടിക്കന്നെ. അച്ചുല്ലേ ഇവിടെ എന്താ നമ്മുടെ ഇവിടെ കണ്ട അച്ചുട്ടിന് പണിയാണ് കേട്ടോ. ഇവിടെ മൊത്തം വൃത്തിയൊക്കെ ഇടുന്നത്. നിറഞ്ഞിരിക്കുക ഒഴിവായി കിട്ടി. എന്താട്ടാ അവിടെ അങ്ങനെ കുപ്പി വെച്ചൊക്കെ നാട് ഒഴിവായി കിട്ടിയ സുകന്യേ. നീ ഇടണ്ട, നിങ്ങൾ ഇടാണ്ട് നടന്നാൽ മതി. കൊല്ലത്തിലേ 3 പ്രാവശ്യം ഒന്നും എടുക്കാൻ പറ്റില്ല. 2 പ്രാവശ്യം തുണികൾ ഇടുക. ആ തുണികളും കൊണ്ട് നടന്നാൽ മതി. 28 അല്ലേ 56 അല്ലേ അതിന് ഡ്രസ്സ് എടുക്കണം പറയാണ് കേട്ടോ. അതാ നമ്മുടെ കുമ്പളങ്ങിയും കോഴിയും കണ്ട. പിന്നെ ഓടി അല്ല കുടിയിരിപ്പിൽ നിങ്ങൾക്ക് എടുത്തില്ലേ? ഈ ഡ്രസ്സ് 2 എടുത്തു തന്നെ ഞാൻ എടുത്തു തന്നു. എവിടെ നിന്ന് വെച്ചാലും എടുത്തു തന്നു. എനിക്ക് 2 എടുത്ത് ഇല്ലല്ലോന്ന്. എവിടെ കാച്ചിട്ട് വാ. അവിടെ എണ്ണയുണ്ട്. ആ മറ്റേ ചട്ടി കൂടി പിന്നെയുള്ള ചീനച്ചട്ടിയൊക്കെ ഈ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ചീനച്ചട്ടി എവിടെ വെച്ചാലോ? എന്തിനും ഇതൊക്കെ അവിടെ കൊണ്ടക്കണെങ്കിൽ പാവന്റെ സുകന്യനെ എങ്ങനെ കളിയാക്കണം. വെക്കേഷനാ മൂന്നാറ് കൊടൈക്കനാൽ വഴി മസനഗുഡി ഊട്ടി, അവിടുന്ന് വയനാട് വഴി കോഴിക്കോട്. പിന്നൊക്കെ സ്ഥലങ്ങൾ അറിയില്ല അച്ചു, അത്രയൊക്കെ സ്ഥലങ്ങളൊക്കെ അറിയാം. പിന്നെ എവിടേക്ക് പോകണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പിന്നെ അങ്ങോട്ട് പോവാം. ദേവി അച്ഛൻ ഉപദ്രവിക്കണ്ടാവും. ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകാൻ. എന്താ പറയാന്, നീ എന്ത് പായസം വയ്ക്കുക? അരിപ്പുരിയോ പരിപ്പ് പായസോ? ഗോതമ്പ് വയ്ക്കുന്നത്. തേങ്ങ ചിരവി പിഴിഞ്ഞെടുക്കാൻ എല്ലാവരും സഹായിക്കുക. അച്ഛനാ ഗോതമ്പോ അച്ഛൻ സഹായിക്കുക. ഇവരാർക്കും സഹായിക്കാൻ വയ്യ. അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ പായസം കൊടുക്കണം. അടുത്ത നമുക്ക് വെള്ളം വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യേ. പിന്നെ കിണറിൽ വെള്ളം കാണുമ്പോ പിന്നെ എന്താ വെള്ളം കണ്ടു കഴിഞ്ഞു വെച്ചാ അടുത്ത വീട്ടുകാർക്കൊക്കെ പായസം വെച്ച് കൊടുക്കണേ. നമ്മളപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നില്ലേ? ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നില്ലേ? ഇപ്പൊ ഒരു മധുരം കൊടുക്കണ്ടേ നമ്മള്? കൊടുത്തോ, പണിയെടുക്കാൻ വയ്യ. നമുക്ക് ആ പായസം തന്നെ വേണോ അല്ലേ അച്ചു? അങ്ങനെ നല്ല പായസം വെച്ചാൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പായസം വെച്ചാൽ ആർക്കും കൊടുക്കാൻ നിൽക്കരുത്. പായസം വെക്കുമ്പോൾ നല്ല പായസം വെക്കണം. അതിന് സേമിയ പായസം അടപ്പായസം ഒക്കെ വഴിപാടാണ്. അതൊക്കെ വഴിപാട്. ഈ സേമിയ പായസം വഴിപാടാണ് അല്ലേ അച്ചു? വെറുതെ കുറച്ച് സേമിയ പാലിട്ട് തിളപ്പിച്ചിട്ട് അത് പായസം പ്രഥമ ഉണ്ടാക്കണം, എന്നാലേ പായസമാവും. വെച്ചു പറയില്ല പ്രഥമ കഴിച്ചിട്ട് വിഷുവിനല്ല ഇപ്പോ പഴപ്രഥമ ഉണ്ടായിക്കോ. പഴത്തിന് വില കുറവാ. പഴപ്രഥമനെ പഴം കൊണ്ടേ, പഴം വില കുറവല്ലേ? അച്ഛൻ അങ്ങനെയൊക്കെ പറയച്ചോ. നേന്ത്രപ്പഴം കൊണ്ടല്ലേ? 20 ഉറുപ്പിയുള്ളൂ നേന്ത്രപ്പഴത്തിന്. 20 അല്ല 30. 30 അല്ല 20 ഉണ്ട്. എന്താ ഇത് വേണം കേട്ടോ. തേങ്ങ ഒരു 10 തേങ്ങ ചിരവി തരണം. ഓ തേങ്ങയൊക്കെ ചേരുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്താട്ടോ നമ്മുടെ കൂട്ടാൻ ഈ ഒരു ഇതിലെ വരിക കണ്ടോ. ഇങ്ങനെ വന്നു കറിയായി. ആ ചെറിയ നീ ഏതെങ്കിലും ചെറുവ് ആദ്യം ഉണ്ടാക്കട്ടെ. ആദ്യം ഉണ്ടാക്കട്ടെ എന്നിട്ടല്ലേ അല്ലേ? ഓ അപ്പോൾ എന്താ അച്ചോ ചോ പറഞ്ഞിട്ട് അയ്യോ എന്താ പിന്നെ ഞാൻ കരഞ്ഞിട്ട് അയ്യോ എനിക്ക് വയ്യേ എനിക്ക് അച്ചു പറഞ്ഞ
എൻ്റെ വെള്ളക്കുപ്പി ഒരു സംഭവമാണ് എന്തായാലും. അച്ചുവേ ഒരു സംഭവമാണ്, അത് നിങ്ങൾക്ക് തോന്നില്ല ഏട്ടാ? അച്ചുവേ ഇവിടെ ഒരു സംഭവമാണ്, അത് നിങ്ങൾക്ക് തോന്നില്ലേ ചോദിക്കാം അല്ലേ? എവിടെ കിടക്കണ്? അവിടെ കിടക്കണ്ടേ? അവിടെ തുടച്ചതാണ്. എന്നാ അവിടെ തന്നെ കിടന്നു. ഒന്ന് രാത്രി അവിടെ തന്നെ കിടന്നിട്ടോ. അതല്ല രസം കേട്ടോ. അത് ഇത് പറയട്ടെ, ഇതല്ല രസം. പിന്നെ ഏത് രസം? ഒരാൾക്ക് ഉള്ളടിക്കലും തുടയ്ക്കലും, ഒരാൾക്ക് മിറ്റടിക്കലും ബെഡ് വിരിച്ചിടലും സെറ്റിയുടെ അവിടെ വിരിച്ചിടലാണ് ഒരാളുടെ പണി. പക്ഷെ നീച്ച് വരുന്നതോ 10 മണിക്ക്. അപ്പോൾ ഈ ഉമ്മറം അടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ മിറ്റടി അടിച്ചോരിയിട്ടിട്ട് ഞാൻ ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഉള്ളും ഞാൻ അടിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു കഷ്ടപ്പാട്. 2 പെൺകുട്ടികളുണ്ട്. എന്നിട്ടാണ് പിന്നെ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തെ കണക്ക് പറയില്ലേ? ഞാൻ 10 ദിവസം കറി വയ്ക്കുമ്പോൾ 10 ദിവസത്തെ കണക്ക് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ നീച്ചിരുന്ന വെയിലും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ചക്കന്? അപ്പതാ നമ്മുടെ കറി കണ്ടോ? കറി നോക്കി വെക്ക്. കറി എന്താ, ചിക്കൻ ചില്ലി ആക്കിയിരിക്കണോ. നമ്മളിവിടെ വിശേഷം നിർത്തുകയാണേ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ചോറും ഉണ്ട്. ഏട്ടൻ്റെയൊക്കെ കൂട്ടുകാർ വരും, അവർക്കൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കണം.